Question number 6. Consider the figure given below. താഴെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അവിടെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈൻ കടന്നു പോകുന്ന രണ്ട് പോയിന്റുകൾ y ആക്സിലെ 3 എന്ന പോയിന്റിൽ കൂടി അത് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ x ആക്സിലെ -4 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി ആ ലൈൻ കടന്നു പോകുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ, ഈ ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നത് -4ലാണ്, അതായത് ഈ ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് -4 ആണ്. അതുപോലെ തന്നെ ഇത് y ആക്സിനെ കട്ട് ചെയ്യുന്ന 3ലാണ്, അതായത് ഇതിന്റെ y ഇന്റർസെപ്റ്റ് ബി എന്ന് പറയുന്നത് 3 ആണ്. അതായത് എക്സ് ഇന്റർസെപ്റ്റ് എയും y ഇന്റർസെപ്റ്റ് ബിയും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലൈനിന്റെ ഇന്റർസെപ്റ്റ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്, x/a + y/b = 1. ഇവിടെ എയുടെ വില -4ഉം ബിയുടെ വില 3യുമാണ്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ x divided by -4 plus y divided by 3 equal to 1. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒറിജിൻ ഫ്രം ദ ലൈൻ എ ബി. അതായത് ഒറിജിനിൽ നിന്നും ലൈൻ എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡി കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് ജനറൽ ഫോമിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് വശവും നമുക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ രണ്ട് ടൈമിനെ നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ആദ്യത്തെ ടൈമിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കട്ടായിട്ട് 3 എന്ന് വരും. അതിൻ്റെ കൂടെ മൈനസ് കൂടി ഉണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ -3x പ്ലസ് രണ്ടാമത്തെ ടൈമിനെ നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കട്ടായിട്ട് 4 എന്ന് വരും. 4y = റൈറ്റ് സൈഡിൽ 12 എന്ന് വരും. റൈറ്റ് സൈഡിൽ 12നെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ -3x പ്ലസ് 4y -12 = 0 എന്ന് വരും. ഇത് ലൈനിന്റെ ജനറൽ ഇക്വേഷനാണ്. അതായത് ax + by + c = 0 എന്ന ഫോമിലുള്ള ഇക്വേഷനാണ്. എയുടെ സ്ഥാനത്ത് -3ഉം ബിയുടെ സ്ഥാനത്ത് 4ഉം സിയുടെ സ്ഥാനത്ത് -12ഉമാണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കാണേണ്ടത് ഒറിജിനിൽ നിന്നുമാണ്. അതായത് ഡിസ്റ്റൻസ് കാണേണ്ട പോയിന്റിനെയാണ് നമ്മൾ x1 y1 എന്ന് എടുക്കുന്നത്. അതിവിടെ 0 0 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല d = മോഡുലസ് ഓഫ് ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b². ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്യുന്നു. മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് -3 ആണ്, ഇൻറ്റു x1 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് ബി എന്ന് പറയുന്നത് 4 ആണ്, ഇൻറ്റു y1 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് സി എന്ന് പറയുന്നത് -12 ആണ്. അപ്പോൾ പ്ലസ് -12 അതായത് -12 ഡിവൈഡഡ് ബൈ √a² + b², -3² + 4². അതായത് മോഡുലസ് ഓഫ് -3 × 0 0 + 4 × 0 0 -12 ഡിവൈഡഡ് ബൈ √9 + 16. അതായത് മോഡുലസ് ഓഫ് -12 ഡിവൈഡഡ് ബൈ √25. √25 5 ആണ്. മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആക്കി അതിനെ എഴുതണം. അതായത് 12 ഡിവൈഡഡ് ബൈ 5. ഇതാണ് നമ്മുടെ ആൻസർ.